നമസ്കാരം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്തായാലും ഒരിക്കൽ കൂടി ദേശീയ പ്രശസ്തനായി. സോളാറും കോഴയുമെല്ലാം കൂടി അങ്ങ് പാർലമെന്റ് വരെ എത്തിയിരിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും അഴിമതി ആരോപണവുമായി എത്തിയ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ BJP-ക്കാർ സോളാർ തന്നെ എടുത്തിട്ടു. ഉമ്മൻചാണ്ടി കുലുങ്ങുമോ? ഏറ്റവും ഒടുവിൽ സലിം രാജിനെ പ്രതിചേർക്കുക പോലും ചെയ്യാതെ ഭൂമി തട്ടിപ്പ് കേസിൽ CBI തയ്യാറാക്കിയ കുറ്റപത്രം കണ്ടപ്പോൾ എല്ലാം ഓർത്ത് ചാണ്ടി ചിരിക്കുകയാണ്. ചിരിപുരാണങ്ങൾ കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയക്കാർ പൊതുവെ വലിയ മാജിക്കുകാരാണ്. കാലങ്ങളായി മാജിക്കുകാരായി തുടരുന്ന നേതാക്കളെ കുഴപ്പത്തിലാക്കിയ മാന്ത്രിക പ്രകടനങ്ങളാണ് ഡെമോക്രസിയിൽ ആദ്യം. മുഖവുര പറഞ്ഞ് രസം കൊല്ലുന്നില്ല. നേരെ പ്രകടനത്തിലേക്ക് കടക്കാം. മജീഷ്യൻ മുതുകാടിനെ ചാക്കിലാക്കി പെട്ടിയിലിട്ട് പൂട്ടി കാത്തിരുന്ന സ്പീക്കർ N ശക്തനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സഖാവ് MA ബേബിക്കുമുണ്ടായ ദുർഗതിയാണ് ആദ്യം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാജിക് ഷോ ആരംഭിക്കുകയാണ്. ഇനിയും ഞാൻ ബഹുമാനപ്പെട്ട ശക്തൻ സാറിന്റെ സഹായമാണ് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ ഒരു ചാക്കുണ്ട്, ചാക്ക് പരിശോധിക്കാം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പഴുതുകളുണ്ടോ, അറകളോ സിപ്പുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് വന്ന് പരിശോധിക്കാം. വെറും തട്ടിപ്പ് വിദ്യകൾ മാത്രം കാട്ടി നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു ചെപ്പടി വിദ്യക്കാരനല്ല ഞാൻ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ നമ്പർ, ദ വണ്ടർ വാനിഷിംഗ് ജമ്പർ, എ മാസ്റ്റർപീസ് ഓഫ് ദ മജിഷ്യൻ. അമേരിക്കയിലും ആഫ്രിക്കയിലും ചെക്കോസ്ലോവാക്യയിലും മറാത്തിയിലും മലേഷ്യയിലും എന്ന് വേണ്ട ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എന്നെ പ്രശസ്തനാക്കിയത്, ജനങ്ങൾ എന്നെന്നും ഓർക്കുന്നത് ഈ വണ്ടർ വാനിഷിംഗ് എന്ന നമ്പർ ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കും ഈ നമ്പർ മറക്കാനാവാത്ത മാസ്മര മാന്ത്രിക മായാജാല നിമിഷങ്ങളാക്കി ഞാൻ മാറ്റും. Now itself I am going to presenting the great wonder vanishing jumper. Perfect. തീർച്ചയായിട്ടും ഈ സ്റ്റേജിന് ഹോളോ ഒന്നുമില്ല എന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ, നമ്മളെക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നിയമസഭയുടെ വേദിയാണ് ഇത്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഈ ബോക്സിനകത്ത് എന്നെ പൂട്ടുവാനുള്ള ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട CM-നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ചാക്കിനകത്ത് കെട്ടിക്കഴിഞ്ഞ ശേഷം 3 പേരും ചേർന്ന് ഇതിനകത്ത് ലോക്ക് ചെയ്യണം. ഞാൻ ചാക്കിനകത്തുണ്ടാവും, കെട്ടിക്കകത്തുണ്ടാവും, മൈക്ക് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. 20 സെക്കൻഡാണ് സമയം. അതിനുള്ളിൽ എന്തെങ്കിലും കാരണവശാൽ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മൈക്കിൽ വിളിക്കുന്ന സമയത്ത് ദയവായി തുറന്നു തരണം. അത് മാത്രമാണ് ഉത്തരവാദിത്വം. താക്കോൽ അങ്ങയുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഓൾറൈറ്റ്, ഓക്കെ. വെട്ടിക്കുള്ളിൽ ഇപ്പോൾ ഞാൻ സുരക്ഷിതനാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി, ഒരു ഭാഗത്ത് ബേബി സാർ, മറ്റൊരു ഭാഗത്ത് സ്പീക്കർ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. This is my son. എൻ്റെ മകൻ, this my മുതുകാട്, മറ്റൊരു മുതുകാട്. നമ്മുടെ നേതാക്കളെ താക്കോലേൽപ്പിച്ചാൽ എല്ലാ കാര്യത്തിലും ഇതുതന്നെയാകുമോ അവസ്ഥ? എന്തായാലും മന്ത്രി ഡോക്ടർ MK മുനീർ അല്പം വ്യത്യസ്തനാണ്. നിന്ന നിൽപ്പിൽ മായാവിയാകാൻ കെൽപ്പുള്ള മാന്ത്രികൻ.
അദ്ദേഹം പറയുന്നു ഒന്നും പറയേണ്ടതില്ല, നേരിട്ട് മാജിക്കിലേക്ക് പോവാണ്. സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് മാജിക് നൗ. ഇമാതിരി താന്ത്രിക വിദ്യകൾ ഉൾപ്പെടുത്തി ആളുകളെ പേടിപ്പിക്കുന്ന മാജിക് അവതരിപ്പിച്ച് മുനീർ തിരിച്ചു പോകുമ്പോൾ KP മോഹനനും ഒരാഗ്രഹം. വിഷമയമായ പച്ചക്കറികൾ മാത്രം കിട്ടുന്ന നാട്ടിൽ മാജിക്കിലൂടെ കുറച്ച് ജൈവ പച്ചക്കറി എത്തിച്ചാലോ എന്ന്. അങ്ങനെ കളരിഗുരുക്കൾ KP മോഹനനും വേദിയിൽ കയറി. പച്ചക്കറികൾ തുരുതിരെ പ്രത്യക്ഷപ്പെടുത്തുന്ന മാജിക്കുമായി. നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറി എങ്ങനെ നമുക്ക് കൊണ്ടുവരിക എന്നത് കാണിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, സ്നേഹത്തോടുകൂടി സഹകരിക്കുക. ഭൂതങ്ങളോ പ്രേതങ്ങളോ അല്ല, ചാത്തനോ കുട്ടിച്ചാത്തനോ അല്ല, ദൈവങ്ങളുടെയോ ജിന്നുകളുടെയോ വേലയല്ല. മായ, സർവം മായ. പ്രൊഫസർ രംഗൂൺവാല ഇതാ തുണിയല്ല തുണി കൊണ്ട്, മറയല്ല മറ കൊണ്ട് നിങ്ങളുടെ കണ്ണ് കെട്ടുകയാണ്. കൺകെട്ട്. ഉമ്മൻചാണ്ടി മുതൽ KP മോഹനൻ വരെ മായാജാലക്കാരായി. എല്ലാം നോക്കിയും കണ്ടും ഇങ്ങനെ ഇരിക്കുന്ന KM മാണിക്കെന്താ ഇതൊന്നും അറിയില്ലേ എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി. ബാർക്കോഴയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് ആഹ്ലാദ ചിത്തനായിരിക്കവേ മാണി വിട്ടുകൊടുക്കുമോ? തനിക്ക് സർക്കാരിനെ അപ്രത്യക്ഷമാക്കുന്ന മാജിക് അറിയാമെന്ന് തട്ടിവിട്ടു. അടുത്തിരുന്ന ഉമ്മൻചാണ്ടി പോലും പേടിച്ചുപോയി. നിങ്ങളൊക്കെ പറയും എനിക്ക് അല്പം മാജിക്കൊക്കെ അറിയാം, പഠിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെ അപ്രത്യക്ഷമാക്കുന്ന മാജിക്കിനൊന്നും മെനക്കെട്ടില്ലെങ്കിലും പതിവ് മാജിക് പ്രകടനം തന്നെ സദസ്സിലിരുന്നവർക്ക് വേണ്ടി വേദിയിൽ കയറാതെ മാണി കാട്ടിക്കൊടുത്തു. പണം അപ്രത്യക്ഷമാക്കുന്ന ആ മായാജാലം. എല്ലാം ഒരു മായാജലമാണല്ലോ. അതുകൊണ്ട് മാണി മുതൽ ചാണ്ടി വരെയുള്ള വൈദഗ്ധ്യം ഏറെയുള്ള മജീഷ്യന്മാരെ വണങ്ങിക്കൊണ്ട് ഒരു ഇടവേളയിലേക്ക്. അതുകഴിഞ്ഞ് ജെറൂസലേമിലെ കഴുത. സർ, കഴുത കരുതി ഇത് എനിക്കും കൂടി കിട്ടിയ സ്വീകരണമാണ് എന്ന് കരുതി ഒരിക്കൽ ക്രിസ്തുവില്ലാതെ കഴുത ജെറുസലേമിലേക്ക് പോയി. ഞങ്ങൾ ഇന്ത്യ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. കാരുണ്യം തൊട്ടു തീണ്ടാത്തവൻ